everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പീക്കിംഗ് പ്രാക്ടീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പലർക്കും ഭയങ്കര ആഗ്രഹമല്ലേ ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു നേഴ്സിൻ്റെ ഒരു ലൈഫിലെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ്, ആ നേഴ്സ് ദിവസേന ചെയ്യണ എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് പറയാൻ പോകുന്ന ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്നാൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഓരോന്നിനും ആൻസേഴ്സ് ഫോം ചെയ്യണം, ഇങ്ങനെ സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെ ഫോം ചെയ്യണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹർ നെയിം ഈസ് നെല്ലി. അവളുടെ പേര് നെല്ലി എന്നാണ്. ഷീ ഈസ് എ നേഴ്സ്. അവൾ ഒരു നേഴ്സാണ്. ഷീ ഈസ് ടോൾ ആൻഡ് തിൻ. ഷീ ഈസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൾ. ടോൾ എന്ന് പറഞ്ഞാലോ അവൾക്ക് ഉയരമുണ്ട് എന്നാണ് പറയുന്നത്. തിൻ എന്ന് പറഞ്ഞാലോ അവൾ മെലിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അവൾക്ക് നല്ല ഉയരമുണ്ട്, അതുപോലെ തന്നെ അവൾ മെലിഞ്ഞിട്ടുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഷീ വർക്ക്സ് അറ്റ് ദി ഹോസ്പിറ്റൽ. അവൾ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജോലി ചെയ്യുക. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലോ ആശുപത്രിയാണ്. ഷീ ലുക്സ് ആഫ്റ്റർ സിക്ക് പീപ്പിൾ. അവൾ രോഗികളെ ശുശ്രൂഷിക്കുന്നു. ഇവിടെ ലുക്സ് എന്ന് പറയുന്നത് എന്താണ്? നോക്കുക അല്ലെങ്കിൽ ശുശ്രൂഷിക്കുക എന്നാണ് ഇവിടെ മീനിങ് വരുന്നത്. ആഫ്റ്റർ സിക്ക് പീപ്പിൾ എന്ന് പറഞ്ഞാലോ രോഗികൾ അല്ലെങ്കിൽ അസുഖം ബാധിച്ച ആൾക്കാരെ നോക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷീ ഗെറ്റ്സ് അപ്പ് അറ്റ് 6 o'clock in the morning. ഷീ ഗെറ്റ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവൾ എണീക്കുന്നത് 6 o'clock എന്ന് പറഞ്ഞാൽ 6 മണിക്ക്. മോർണിംഗ് എന്ന് പറഞ്ഞാലോ രാവിലെ. അപ്പോൾ അവൾ രാവിലെ 6 മണിക്ക് എണീക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഷീ ടേക്സ് എ ഷവർ ആൻഡ് പുട്ട്സ് ഓൺ ഹെർ ക്ലോത്ത്സ്. ഇവിടെ എന്താ പറയുന്നത്? അവൾ കുളിച്ചിട്ട് പിന്നെ വസ്ത്രങ്ങൾ ധരിക്കും എന്നാണ് പറയുന്നത്. ഷവർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കുളിക്കുക. പുട്ട്സ് ഓൺ ഹെർ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാലോ വസ്ത്രം ധരിക്കും. Then she eats breakfast at 6:30. Then ഇവിടെ ഒന്ന് ഉദ്ദേശിക്കുന്നത് തുടർന്ന് അവൾ പ്രഭാത ഭക്ഷണം രാവിലെ 6:30 കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലത്ത് കഴിക്കുന്ന ഭക്ഷണത്തിനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഈറ്റ്സ് എന്ന് പറഞ്ഞാലോ കഴിക്കും. അറ്റ് 6:30 എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് 6:30 ഭക്ഷണം കഴിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അറ്റ് 7 o'clock ഷീ ഡ്രൈവ്സ് ഹെർ കാർ ടു ദ ഹോസ്പിറ്റൽ. 7 മണിക്ക് അവൾ കാർ ഓടിച്ച് ആശുപത്രിയിലേക്ക് പോകും എന്നാണ് ഇവിടെ പറയുന്നത്. ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓടിക്കുക, വണ്ടി ഓടിക്കണേനെയാണ് നമ്മളിവിടെ ഡ്രൈവ്സ് എന്ന് പറയുന്നത്. നെല്ലി സ്റ്റാർട്ട്സ് വർക്ക് അറ്റ് 8 o'clock. നെല്ലി ജോലി തുടങ്ങുന്നത് എത്ര മണിക്കാണ്? 8 മണിക്കാണ്. ഷീ ക്ലീൻസ് ദ റൂംസ് ഇൻ ദ ഹോസ്പിറ്റൽ. അവൾ ആശുപത്രിയിലെ മുറികൾ വൃത്തിയാക്കും. പിന്നെന്താ അവൾ ചെയ്യുക? ദെൻ ഷീ ഹെൽപ്സ് ദ ഡോക്ടേഴ്സ്. തുടർന്ന് അവൾ ഡോക്ടർമാരെ സഹായിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അറ്റ് 12 o'clock ഷീ ഹാസ് ലഞ്ച്. 12 മണിക്ക് അവൾ ഉച്ചഭക്ഷണം കഴിക്കും. ഷീ ഗോസ് ഹോം അറ്റ് 5 o'clock. അവൾ വീട്ടിലേക്ക് 5 മണിക്ക് പോകും. അറ്റ് ഹോം ഷീ ടേക്സ് എ ഷവർ ആൻഡ് ഷീ കുക്സ് ഡിന്നർ. വീട്ടിൽ അവൾ കുളിക്കും. അത് കഴിഞ്ഞ് എന്താ അവൾ ചെയ്യുക? അവൾ ഭക്ഷണം പാകം ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴത്തേക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്? ഡിന്നറിന് വേണ്ടിയിട്ടാണ്, അതായത് അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഷീ ഹാസ് ഡിന്നർ അറ്റ് 6:30 in the evening. അവൾ അത്താഴം വൈകുന്നേരം 6:30 കഴിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. 6:30 എന്ന് വെച്ചാൽ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് കഴിയുമ്പോൾ അവൾ ഭക്ഷണം കഴിക്കും എന്നാണ് പറയുന്നത്. ഡിന്നർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്താഴത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഷീ വാച്ചസ് TV. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അത് കഴിഞ്ഞ് അത് തുടർന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? TV കാണും. വാച്ചസ് എന്ന് പറഞ്ഞാൽ TV കാണും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അറ്റ് 10 o'clock ഷീ ഗോസ് ടു ബെഡ്. 10 മണിക്ക് അവൾ ഉറങ്ങാൻ പോകും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ മുകളിൽ വായിച്ച സെൻറ്റൻസസിൻ്റെ അനുസരിച്ചിട്ടാണ് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ വായിച്ചതിൽ ഇത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുക. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്
വാട്ട് ഇസ് ഹെർ നെയിം. അപ്പം ഇതിൻ്റെ ആൻസർ നമ്മൾ വായിച്ചതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിലുണ്ടോയെന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് എന്താ പറയുക? വാട്ട് ഇസ് ഹെർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അവളുടെ പേര്? അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഹെർ നെയിം ഇസ് നെല്ലി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ഷീ. ഇതിൻ്റെ അർത്ഥം എന്താ? അവൾ ആരാണ് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ എന്താണ്? ഷീ ഈസ് എ നേഴ്സ്. വേർ ഡസ് ഷീ വർക്ക്. ഇതിനെന്താ ആൻസർ? ഇതിൻ്റെ അർത്ഥം എന്താണ്? എവിടെയാണ് അവൾ ജോലി ചെയ്യുന്നത്? അപ്പം നമ്മളിത് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ഷീ വർക്ക്സ് അറ്റ് ദി ഹോസ്പിറ്റൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈസ് ഷീ ഫാറ്റ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അവൾ തടിച്ചിട്ടാണോ? അപ്പം നമ്മളെന്താ പറഞ്ഞത്? അവൾ തടിച്ചിട്ടാണെന്നാണോ പറഞ്ഞത്? അല്ല, നമ്മൾ മെലിഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ തടിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോഴതിന് നമ്മൾ എന്താ ആൻസർ ചെയ്യുക? നോ എന്നാണ്. അതായത് അവൾ തടിച്ചിട്ടല്ല. അപ്പം നമ്മൾ പറയേണ്ടത് എന്താണ്? നോ, ഷീ ഈസ് നോട്ട് ഫാറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഈസ് ഷീ ഫാറ്റ് എന്നുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈസ് ഷീ എന്നാണ്. അപ്പോൾ ആ ഷീ ആദ്യം എഴുതുക. അതാ ഈസ് ഷീനെ മറിച്ചിടുക. അപ്പോൾ നമ്മളിങ്ങനെ പറയാം, ഷീ ഈസ് എഴുതിയിട്ട് അല്ല എന്ന് പറയണം. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞേ, ഷീ ഈസ് നോട്ട് ഫാറ്റ് എന്ന് പറഞ്ഞു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ക്യാൻ ഷീ ഡ്രൈവ് എ കാർ. അവൾക്ക് കാർ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ സാധിക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? സാധിക്കും എന്നാണ് നമുക്ക് പറയേണ്ടത്. യെസ്, ഷീ ക്യാൻ ഡ്രൈവ് എ കാർ. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്തേ നോക്കിയേ. നമ്മൾ ആദ്യം നേരത്തെ സെൻറ്റൻസിൽ അങ്ങനെയല്ല പറഞ്ഞത്, നമ്മൾ യെസ് ഓർ നോ പറഞ്ഞു ആദ്യം. അപ്പോൾ ഇവിടെ അവൾ കാർ ഓടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അവൾ ഓടിക്കും. അപ്പോൾ നമ്മൾ യെസ് എഴുതി. പിന്നെ നമ്മൾ പറഞ്ഞത് ക്യാൻ ഷീ എന്നുള്ളത് എന്താ ചെയ്തത്? മറിച്ചിട്ടു. അപ്പോൾ ഷീ ക്യാൻ ആയി. അപ്പോൾ ഷീ ക്യാൻ ഡ്രൈവ് എ കാർ. ഈസി അല്ലത്? ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിൽ നമ്മൾ കുറേ ഭാഗങ്ങൾ ചോദ്യത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ആൻസറുകളും പറയുമ്പോൾ ചോദ്യത്തിൽ നിന്ന് തന്നെ കുറേ ഭാഗങ്ങൾ എടുക്കാൻ സാധിക്കും. അതായത് ഇനി ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ ചോദ്യത്തിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങൾ എടുക്കണമെന്ന് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഡസ് ഷീ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. അവൾ എണീക്കുന്നത് 6 മണിക്കാണോ? അപ്പം ആൻസർ എന്താണ്? യെസ് ആണ്. യെസ് എങ്ങനെയാണ് ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക? ക്വസ്റ്റ്യനിൽ തന്നെ നോക്കിയാൽ മതി. അപ്പം നമുക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഷീ ഗെറ്റ്സ് അപ്പ് അറ്റ് 6 o'clock. ഇവിടെ ഗെറ്റ്സ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഷീ സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ ഗെറ്റിൻ്റെ ഒപ്പം ഒരു എസ് ആഡ് ചെയ്യണം. ഹീ, ഷീ, ഇറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഗെറ്റ്സ് എന്നാണ് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ യെസ് എഴുതിയിട്ട് ബാക്കി ചോദ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതി. യെസ്, ഷീ ഗെറ്റ്സ് അപ്പ് അറ്റ് 6 o'clock. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ഷീ കുക്ക് ഡിന്നർ അറ്റ് ദി ഹോസ്പിറ്റൽ. അവൾ ഭക്ഷണം ആശുപത്രിയിൽ അത്താഴത്തിന് വേണ്ടി പാചകം ചെയ്യുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? നോ, ഷീ ഡസ് നോട്ട് കുക്ക് ഡിന്നർ അറ്റ് ദി ഹോസ്പിറ്റൽ. ഡസ് എന്ന് പറഞ്ഞാൽ ചെയ്യും എന്നാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണ്? ചെയ്യില്ല എന്നാണ്. അപ്പം നമ്മൾ എന്താ എഴുതേണ്ടത്? നോ, ഷീ എഴുതി, സബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡസ് നോട്ട് എഴുതി, ബാക്കി നമ്മൾ ക്വസ്റ്റ്യനിലത്തെ എല്ലാം അടിയിലേക്ക് എഴുതുക. അതായത് ഷീ ഡസ് നോട്ട് കുക്ക് ഡിന്നർ അറ്റ് ദി ഹോസ്പിറ്റൽ. ഡസ് ഷീ ഹെൽപ്പ് ദി ഡോക്ടേഴ്സ്. ഇവിടെ എന്താ ചോദിക്കുന്നത്? ഡോക്ടർമാരെ അവൾ സഹായിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന് ആൻസർ എന്താണ്? യെസ്, ഷീ ഹെൽപ്സ് ദി ഡോക്ടേഴ്സ്. ഇവിടെ ഡസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഹെൽപ്സ് എന്ന് പറയാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്സിന് ഓൾറെഡി ഒരു എസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേർബിന് വേറെ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ആൻസർ പറയുമ്പോൾ എന്താ പറയുന്നത്? ഇവിടെ ഷീ ഹെൽപ്സ് ദി ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അവിടെ ആ വേർബിന് എസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹീ, ഷീ, ഇറ്റ് വരുമ്പോൾ നമ്മൾ വേർബിന് എസ് ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ ഹെൽപ്സ് എന്ന് വന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഡൂവും ഡസ്സിനെയും വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടും എവിടെയാണ് നമ്മൾ ഡു, എവിടെയാണ് ഡസ്, എവിടെ പറയേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് ടൈം ഡസ് ഷീ ഹാവ് ഡിന്നർ. എത്ര മണിക്കാണ് അവൾ അത്താഴം കഴിക്കുക? എന്താണ് ആൻസർ? ഷീ ഹാസ് ഡിന്നർ അറ്റ് 6:30 in the evening. നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസുകളിലൊന്ന് വായിച്ചു നോക്കി. അപ്പം അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? അതേ സെൻറ്റൻസാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഷീ ഹാസ് ഡിന്നർ എത്ര മണിക്കാണ്? അറ്റ് 6:30 in the evening. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക? അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പകരം 6:30 പകരം നമുക്ക് എന്ത് പറയാം? 6:30 in the evening എന്നും പറയാം. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. വാട്ട് ടൈം ഡസ് ഷീ ഗോ ടു ബെഡ്.
അതായത് എത്ര മണിക്കാണ് അവൾ ഉറങ്ങാൻ പോകുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു സെൻറ്റൻസ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് ടൈം ഡസ് ഷീ ഗോ ടു ബെഡ്? എത്ര മണിക്കാണ് അവൾ ഉറങ്ങാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ വായിച്ച സെൻറ്റൻസുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. പിന്നെ ഞാൻ ഒരു ക്ലൂവും കൂടിയും തരാം. നമ്മൾ ഈ സെൻറ്റൻസിന് ആൻസർ ചെയ്യുമ്പോൾ ആദ്യം സബ്ജക്റ്റ് ആണ് വരേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് ആരാണ്? ഷീ ആണ്. അപ്പോൾ ഷീ വെച്ചിട്ട് ബാക്കിയുള്ള സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും സ്പീക്കിംഗ് പ്രാക്ടീസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് എനിക്കത് വളരെയധികം സന്തോഷമായിരിക്കും. നിങ്ങൾക്കും കൂടി പഠിക്കണം പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും അത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.